ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സലിലുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിനെ പറ്റിയാണ് അല്ലേ. ഏതൊക്കെ ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു? മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു, ഡേറ്റ് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു, ടെക്സ്റ്റ് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു, ലോജിക്കൽ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു, ലുക്കപ്പ് ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിനെ പറ്റിയാണ്. സോ ഏതൊക്കെയാണ് എക്സലിലെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് എഫ് വി, ദെൻ എൻ പി ആർ, ദെൻ പി എം ടി, ദെൻ പി വി, ദെൻ റേറ്റ്. ഇങ്ങനെയുള്ള 5 ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ ഫംഗ്ഷനും ഈ 5 ഫംഗ്ഷനും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു, ആ ലോണുമായി ബന്ധപ്പെട്ട ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ആ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. നമുക്ക് നോക്കാം ഓരോ ഫംഗ്ഷൻ്റെയും യൂസ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എഫ് ഇ. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എ ലോൺ ആഫ്റ്റർ ആൾ പേയ്മെൻറ്റ് ഹാവ് ബീൻ മെയ്ഡ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു, ആ ലോണിന് ഒരു കാലാവധി ഉണ്ടാവുമല്ലോ. ആ കാലാവധി, ആ ലോൺ റീപേ ചെയ്തിട്ട് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലോണിൻ്റെ വാല്യൂ എത്രയായിരിക്കും, അതാണ് എഫ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു, ആ ലോൺ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും നിശ്ചിത കാലാവധിക്കുള്ളിൽ. നിശ്ചിത കാലാവധിക്കുള്ളിൽ ആ ലോൺ നമ്മൾ റീപേ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോണിൻ്റെ വാല്യൂ, ഫൈനൽ വാല്യൂ എത്രയാണ്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത് എഫ് ഇ. ലോൺ റീപേ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ലോണിൻ്റെ ഫൈനൽ വാല്യൂ എന്തായിരിക്കും, 0 ആവും. അപ്പോൾ എഫ് ഇ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് എപ്പോഴും എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. ദെൻ ഇനി അടുത്തൊരു ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ് എൻ പി ഇ ആർ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ഓഫ് എ ലോൺ. ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, നിശ്ചിത ശതമാനം പലിശ വരുന്ന ഒരു ലോൺ എടുത്തു. ആ ലോണ് നമ്മൾ അടച്ചു തീർക്കാനായി എത്ര മാസങ്ങൾ എടുക്കും, അല്ലെങ്കിൽ എത്ര വർഷങ്ങൾ എടുക്കും, ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത് എൻ പി ഇ ആർ. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷനാണ് പി എം ടി. ഓക്കെ, പി എം ടി എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദ എമൗണ്ട് പെയ്ഡ് പീരിയോഡിക്കലി ടു എ ലോൺ. ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, ആ ലോണിന് നമ്മൾ ഓരോ മാസവും ഇൻട്രസ്റ്റ് അടക്കം എത്ര തുക കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓരോ വർഷവും എത്ര ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ എത്ര തുക കൊടുക്കേണ്ടി വരും, അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത് പി എം ടി. നമ്മളൊരു ലോൺ എടുത്തു, ആ ലോണിന് ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ നിശ്ചിത മാസത്തിൽ എത്ര തുക റീപേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിശ്ചിത വർഷത്തിൽ നമ്മൾ എത്ര ഇൻട്രസ്റ്റ് അടക്കം എത്ര റീപേ ചെയ്യേണ്ടി വരും, അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത് പി എം ടി. ഇനി അടുത്ത ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ് പി വി. ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എ ലോൺ അറ്റ് ദ ബിഗിനിങ്. ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ, ഇൻട്രസ്റ്റ് റേറ്റ്, ഫൈനൽ വാല്യൂ, അതുപോലെ തന്നെ ലോണ് അടച്ചു തീർക്കേണ്ട കാലാവധി, ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, ആ ലോൺ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ആ സാഹചര്യത്തിൽ ബാക്കിയുള്ള ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ആ ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, ലോണിൻ്റെ എമൗണ്ട് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത് പി വി. ഓക്കെ, ദെൻ അടുത്തത് റേറ്റ്. റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ടേൺ ചെയ്യുക, ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ ലോൺ. നമുക്ക് ലോണിൻ്റെ എമൗണ്ട്, ലോൺ അടച്ചു തീർക്കേണ്ട കാലാവധി, പീരിയോഡിക്കൽ പേയ്മെൻറ്റ് എത്രയാണ്, അത്തരം ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ലോണിന് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത് റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 ഫിനാൻഷ്യൽ ഫംഗ്ഷനും പരിചയപ്പെട്ടു അല്ലേ. ഏതൊക്കെയാണ്? എഫ് ഇ, എൻ പി ആർ, പി എം ടി, പി വി, റേറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഈ 5 ഫംഗ്ഷനും ഇല്ലുസ്ട്രേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാറ്റാ സെറ്റ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ബാങ്കിൻ്റെ ലോൺ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടൊരു ഡാറ്റാ സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പെർ ഇയർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന കോളം ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോളം ഉണ്ട്, ലോൺ ഡ്യൂറേഷൻ എന്ന് പറയുന്ന കോളം ഉണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞ കോളം ഉണ്ട്, ഫൈനൽ വാല്യൂ ആഫ്റ്റർ ലോൺ റീപേയ്മെൻറ്റ് എന്ന് പറയുന്ന കോളം ഉണ്ട്. ഈ ടേബിളിലെ ഓരോ കോളത്തിലും ചില സെല്ലുകൾ ബ്ലാങ്ക് ആയി കൊടുത്തിട്ടുണ്ട്. ബ്ലാങ്ക് ആയി കൊടുത്ത സെല്ലുകളൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ട്, യെല്ലോ ഫിൽ കളർ കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാങ്ക് ആയി കിടക്കുന്ന സെല്ലിലെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തണം. പെർ ഇയർ പേയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
1,50,000 ലോൺ തുക വരുന്ന 12 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന 6% പലിശ വരുന്ന ആ ഒരു ലോണിന് ഓരോ വർഷവും ഇൻട്രസ്റ്റ് അടക്കം എത്രയാണ് കൊടുക്കേണ്ടി വരിക? അതാണ് പെർ ഇയർ പേയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1,50,000 തുക വരുന്ന വർഷവും 17,891 പേയ്മെന്റ് കൊടുക്കുന്ന 12 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന ലോണിന് എത്രയാണ് പലിശ വരുന്നത് എന്നതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലോൺ ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 1,50,000 ലോൺ എമൗണ്ട് വരുന്ന ഓരോ വർഷവും 17,891 രൂപ പേയ്മെന്റ് ചെയ്യുന്ന 6% പലിശ വരുന്ന ഈ ഒരു ലോണിന് ഓരോ വർഷവും 17,891 അടച്ചു കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ടാണ് ആ ലോൺ കംപ്ലീറ്റ് ആവുക? അതാണ് ലോൺ ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോണിൻ്റെ എമൗണ്ട്, ലോൺ എടുത്തപ്പോൾ ഉള്ള ലോണിൻ്റെ എമൗണ്ട് ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ദെൻ ഫൈനൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1,50,000 രൂപയുടെ ലോണ് 6% പലിശ അടക്കം ഓരോ വർഷവും 17,891 രൂപ തിരിച്ചടച്ചു കഴിഞ്ഞാൽ 12 വർഷത്തിന് ശേഷം ആ ലോണിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അതാണ് ഫൈനൽ വാല്യൂ ഓഫ് ലോൺ ആഫ്റ്റർ ലോൺ റീപേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലാങ്ക് ആയി കൊടുത്തിരിക്കുന്ന സെല്ലിലെ ഡാറ്റ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് നോക്കിയേ പെർ ഇയർ പേയ്മെൻറ്റിലെ ഈ ഒരു B3 എന്ന് പറയുന്ന സെല്ല് എന്താണ്? ബ്ലാങ്ക് ആയി കിടക്കുന്നത് അല്ലേ? ഇവിടെ നമ്മൾ എന്ത് കണ്ടെത്തണം? പെർ ഇയർ പേയ്മെൻറ്റ് കണ്ടെത്തണം. പെർ ഇയർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കൽ പേയ്മെൻറ്റ്. നമ്മൾ എത്രയാണ് വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇൻട്രസ്റ്റ് അടക്കം കൊടുക്കേണ്ടി വരിക അത് കണ്ടെത്തണം. അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? PMT ആണ് അല്ലേ? സീക്വൽ ടു PMT എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. PMTയുടെ ആദ്യത്തെ പാരാമീറ്റർ എന്താ? റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% എന്ന് കൊടുക്കുക. രണ്ടാമത്തെ പാരാമീറ്റർ NPR, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 12 years ആണ്, അത് സെലക്ട് ചെയ്തു. ഇനി PV കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 1,50,000. ദെൻ അടുത്ത പാരാമീറ്റർ അതാ FE കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനൽ വാല്യൂ 0 ആണ്. ഇനി അടുത്തൊരു പാരാമീറ്റർ വരുന്നുണ്ട്, ഏതാണത്? ടൈപ്പാണ്. അത് ഓപ്ഷണൽ പാരാമീറ്റർ ആണ്, ഓപ്ഷണൽ ആർഗ്യുമെൻ്റ് ആണ്. അത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി എന്ത് ചെയ്താൽ മതി? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 17,891.55 എന്ന് കിട്ടും. എനിക്ക് ഇയർ പേയ്മെൻറ്റ് കിട്ടി. ഇയർലി എത്രയാണ് റീപേ ചെയ്യേണ്ടതെന്ന് എനിക്ക് കിട്ടി. ഇനി അടുത്ത കോളത്തിൽ നോക്കിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ C4 എന്ന് പറയുന്ന സെല്ല് ബ്ലാങ്ക് ആയി കിടക്കുന്നത് അല്ലേ? അവിടെ നമ്മൾ എന്ത് കണ്ടെത്തണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തണം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടെത്താനുള്ള ഫംഗ്ഷൻ ഏതാണ്? സീക്വൽ ടു റേറ്റ് ആണ് അല്ലേ? റേറ്റ് അപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, NPR സെലക്ട് ചെയ്യുക, കോമ PMT സെലക്ട് ചെയ്യുക, കോമ PV സെലക്ട് ചെയ്യുക, കോമ FE സെലക്ട് ചെയ്യുക. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ലോൺ ഡ്യൂറേഷൻ കണ്ടെത്തണം. എത്ര വർഷം കൊണ്ടാണ് ലോൺ റീപേ ചെയ്യേണ്ടതെന്ന് കണ്ടെത്തണം. അപ്പോൾ ലോൺ ഡ്യൂറേഷൻ എന്ന് പറയുന്ന കോളത്തിൽ എന്താണ്? D6 എന്ന് പറയുന്ന സെല്ലാണ് ബ്ലാങ്ക് ആയി കിടക്കുന്നത്. അപ്പോൾ ആ ലോണിൻ്റെ ഡ്യൂറേഷൻ എത്ര തവണകളായിട്ടാണ് തിരിച്ചടക്കേണ്ടത് അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? സീക്വൽ ടു NPR ആണ് അല്ലേ? സീക്വൽ ടു NPR, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേറ്റ് സെലക്ട് ചെയ്യുക, കോമ PMT സെലക്ട് ചെയ്യുക, കോമ PV സെലക്ട് ചെയ്യുക, കോമ FE സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ ചെയ്യുക. അപ്പോൾ നമുക്ക് 12% എന്ന് കിട്ടും, 12 years എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കിയ പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ ലോണിൻ്റെ എമൗണ്ട് എന്ന് പറയുന്ന കുളത്തിൽ E7 എന്ന് പറയുന്ന സെല്ല് ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ഇവിടെ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് PV. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേറ്റ് സെലക്ട് ചെയ്യുക, NPR സെലക്ട് ചെയ്യുക, PMT സെലക്ട് ചെയ്യുക, FE സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1,50,000 ലോണിൻ്റെ എമൗണ്ട് കിട്ടും. ഇനി അടുത്ത് നോക്കിയാൽ ഫൈനൽ വാല്യൂ ആഫ്റ്റർ ലോൺ റീപേയ്മെൻറ്റ്. ലോണൊക്കെ തിരിച്ചടച്ചതിന് ശേഷം ലോണിൻ്റെ എമൗണ്ട് എത്രയായിരിക്കണം? അത് 0 ആവും. ലോണൊക്കെ തിരിച്ചടച്ചതിന് ശേഷം ലോണിൻ്റെ എമൗണ്ട് അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? FE എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സീക്വൽ ടു FE എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, റേറ്റ് സെലക്ട് ചെയ്തു, കോമ NPR സെലക്ട് ചെയ്തു, കോമ PMT സെലക്ട് ചെയ്തു, കോമ PV സെലക്ട് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? FE 0 എന്ന് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്തു? 5 ഫിനാൻഷ്യൽ ഫംഗ്ഷൻ എന്ത് ചെയ്തു? ഇവിടെ അപ്ലൈ ചെയ്തു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ഡാറ്റാ സെറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് 10% കൊടുത്തിട്ടുണ്ട്. NPR 48 months ആണ്, 48 മാസം എന്ന് കൊടുത്തിട്ടുണ്ട്. PV 3 lakh എന്ന് കൊടുത്തിട്ടുണ്ട്. FE 0% എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടെത്തണം? PMT ആണ് ഇവിടെ കണ്ടെത്തേണ്ടത് അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ PMT ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. PMT കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ 3 ലക്ഷം ലോണ് 10% പലിശ വരുന്ന 3 ലക്ഷം രൂപയുടെ ലോണ്
48 മാസം കൊണ്ടാണ് തിരിച്ചടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും എത്രയാണ് ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചടക്കേണ്ടി വരിക? അതാണ് PMT കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? ഈക്വൽ ടു PMT, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേറ്റ് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, NPR സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, PV സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക, FE സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30,312.44 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? 3 ലക്ഷം രൂപയുടെ ലോണ് 48 മാസം നമ്മൾ ഓരോ മാസവും എത്ര അടയ്ക്കേണ്ടത്? 30,312 അടയ്ക്കേണ്ടത്. 10% പലിശ വരുന്ന ലോണ്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫിനാൻഷ്യൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ നോക്കി. നമ്മൾ 5 ഫിനാൻഷ്യൽ ഫംഗ്ഷൻസിനെ പറ്റിയാണ് പരിചയപ്പെട്ടതിൽ. ഏതൊക്കെ? FE, 2 NPR, 3 PMT, 4 PV, 5 റേറ്റ്. FE എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫൈനൽ വാല്യൂ, ലോൺ റീപേ ചെയ്തതിന് ശേഷം ആ ലോണിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇത് FE. NPR എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എത്ര തവണകളായിട്ടാണ് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ടാണ്, എത്ര വർഷം കൊണ്ടാണ് അത് തിരിച്ചടക്കേണ്ടത്, അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? NPR. PMT എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് അടക്കം ലോണിൻ്റെ എത്ര റീപേ ചെയ്യേണ്ടി വരും, അത് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? PMT. PV എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട്, ലോണിൻ്റെ തുക കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? PV. റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണെന്ത്? റേറ്റ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.